നാം രണ്ട് നമുക്ക് രണ്ട്, നാം ഒന്ന് നമുക്ക് രണ്ട്, നാം ഒന്ന് നമുക്കൊന്ന്. ജനസംഖ്യ പെരുകിയപ്പോൾ സർക്കാർ കാലാകാലങ്ങളിൽ കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങളാണ്. അങ്ങനെ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബമെന്നും കുഞ്ഞി കുടുംബങ്ങൾ മൊത്തം വികസനത്തെ സഹായിക്കുന്നുവെന്നും ഒരു മനോഭാവത്തിലേക്ക് ലോകം നീങ്ങുമ്പോഴാണ് പിന്തിരിപ്പരെന്ന് ചിലർ വിമർശിക്കുന്ന ആശയവുമായി നമ്മുടെ ഇലോൺ മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് മസ്കിന്റെ ജനസംഖ്യാ തിയറി? മസ്ക് പറയുന്നു, നാം ഒന്ന് നമുക്ക് മൂന്ന്. ജനസംഖ്യാ നിലവാരം സന്തുലിതമായി നിലനിർത്താൻ സ്ത്രീകൾക്ക് ശരാശരി 2.7 കുട്ടികൾ വേണമെന്ന ഫോർച്യൂൺ റിപ്പോർട്ട് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഉപയോക്താവിനോട് പ്രതികരണമായാണ് മസ്കിന്റെ ഉപദേശം. ജനസംഖ്യാ നിരക്ക് കുറയുന്നത് മാനവരാശിയുടെ തന്നെ നിലനിൽപ്പിന് കടുത്ത ഭീഷണിയാണെന്നും അതുകൊണ്ട് മിനിമം 3 കുട്ടികളെങ്കിലും വേണമെന്നുമാണ് മസ്ക് പറയുന്നത്. പുരാതന റോമിന്റെ തകർച്ചയുടെ പ്രധാന കാരണം കുറഞ്ഞ ജനന നിരക്കാണെന്ന അഭിപ്രായം മസ്ക് മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. കുറഞ്ഞ ജനന നിരക്കിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ 20 വർഷം കാത്തിരിക്കൂ എന്നും മസ്ക് പറഞ്ഞിരുന്നു. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന ലൈൻ ഈ തിയറിക്ക് കാരണമായതെന്ത്? ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പറയുന്നത് ലോകമെമ്പാടും ജനസംഖ്യ കുറഞ്ഞു വരികയാണെന്നാണ്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന അത്രയും കുട്ടികൾ ഉണ്ടാകുന്നില്ല. കുട്ടികളെ വളർത്തുന്നതിനുള്ള ഉയർന്ന ചെലവും അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുന്നതിലെ ബുദ്ധിമുട്ടും ജനിതക കാരണങ്ങളാലും മറ്റ് ആരോഗ്യ സാമ്പത്തിക കാരണങ്ങളാലും കുട്ടികളില്ലാത്ത സാഹചര്യം. മസ്കിന് എത്ര കുട്ടികളുണ്ട്? 3 പങ്കാളികളിലായി 14 കുട്ടികൾ. മക്കളിൽ ഒരാൾ ട്രാൻസ്ജെൻഡറും പിന്നീട് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി വിവിയൻ ജെന്ന വിൽസൺ എന്ന് പേര് മാറ്റിയ സേവിയർ മസ്കാണ്. ഇനി വാൽകൃഷ്ണം. മസ്കിന്റെ തിയറി അങ്ങ് 100% ശരിയാണെങ്കിൽ കൂടി അങ്ങോർക്ക് അങ്ങനെയൊക്കെ പറയാം, കോടികൾ വെച്ച് അമ്മാനമാടുന്നയാളല്ലേ. പല രാജ്യങ്ങളുടെയും GDP-യേക്കാൾ കൂടുതൽ വരുമാനമുള്ളയാളാണ് മസ്കണ്ണൻ. അപ്പോൾ 14, 18, 20 പിള്ളേരെ വളർത്തുന്നതൊന്നും പ്രശ്നമല്ല. സാധാരണക്കാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നാ ചെയ്യുമെന്ന് ചോദിക്കുന്നവരുമുണ്ട്.